വന്ദേ മാതരം ഗാനത്തിന്റെ 150-ാം വാർഷികം പ്രമാണിച്ച് പാർലമെന്റിൽ വലിയ ചർച്ച നടന്നിരുന്നു. ഈ സമയത്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം വ്യക്തമാക്കിയത് 9 തവണയാണ് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ പ്രതിപക്ഷ നേതാക്കൾ വന്ദേ മാതര ഗാനത്തെ അപമാനിച്ചത് എന്ന് അമിത്ഷാ പറഞ്ഞു. ഇക്കാര്യം രാജ്യസഭയുടെ രേഖകൾ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതിക്ക് കത്ത് നൽകിയത്. അതിനകത്ത് 9 തവണ പ്രതിപക്ഷ നേതാക്കൾ വന്ദേ മാതര ഗാനത്തെ അപമാനിച്ചതിന്റെ കൃത്യമായ രേഖകളാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ചില കേസുകൾ 2025 ഡിസംബറിൽ കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ്, അതേപോലെ തന്നെ നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് സയ്യിദ് മെഹദീവ് വന്ദേ മാതര ഗാനം പാടാൻ വിസമ്മതിച്ചു. അത് മതപരമായ കാരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ വന്ദേ മാതര ഗാനം പരസ്യമായിട്ട് പാടാൻ വിസമ്മതിച്ചത്. അതേപോലെ തന്നെ 2019 സമാജ്വാദി പാർട്ടി MP ഷഫീഖുർ റഹ്മാൻ ബാർക്ക് അദ്ദേഹം പറഞ്ഞത് താൻ വന്ദേ മാതരം പാടില്ല എന്ന് ലോക്സഭയിലെ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അദ്ദേഹം വന്ദേ മാതരം ഗാനം പാടില്ല എന്ന് പറഞ്ഞു. 2025 അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ സിയാവുർ റഹ്മാൻ ബാർക്ക് അദ്ദേഹം ഈ നിലപാടിനെ പിന്തുണച്ചു. 2019 കോൺഗ്രസ് MLA ആരിഫ് മസൂദ് അദ്ദേഹവും വന്ദേ മാതര ഗാനം പാടാൻ തയ്യാറായില്ല. 2018 കോൺഗ്രസിന്റെ റാലിയിൽ വെച്ച് ഈ വന്ദേ മാതരം ഗാനം പാടുന്നതിനിടയിൽ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ഗാനം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. 2022 കർണാടകയിലെ ഭരണഘടനാ ദിന പരിപാടിയിൽ കോൺഗ്രസ് നേതാവായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രവർത്തകരോട് വന്ദേ മാതരം പാടരുത് എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. 2025 സമാജ്വാദി പാർട്ടി ചെയ്തത് സ്കൂളുകളിൽ വന്ദേ മാതരം പാടണം എന്നുള്ള നിർദ്ദേശത്തിനെതിരായിട്ട് അവരതിനെ നിലപാടെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. 2025 ബീഹാറിലെ RJD MLA സൗദ് ആലം അദ്ദേഹവും എഴുന്നേറ്റുന്ന വന്ദേ മാതരം ബീഹാർ അസംബ്ലിയിൽ പാടുന്നതിനെ അതിൽ വിസമ്മതിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇക്കാര്യങ്ങൾ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടിയാണ് അമിത്ഷാ ഉപരാഷ്ട്രപതിക്ക് കത്ത് നൽകിയിരിക്കുന്നത്.